ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ദേ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ ദേ രാവിലത്തെ കുറച്ച് പരിപാടിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. സമയം ഇപ്പൊ ഒരു 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഈ ദിവസങ്ങളിലൊന്നും എണീക്കുന്നില്ല. അപ്പൊ ഇന്ന് ചേട്ടായിക്ക് ചെന്നൈ പോകേണ്ട ദിവസം കേട്ടോ. അപ്പൊ ചോറ് കൊണ്ടുപോകണം. അപ്പൊ ദേ അങ്ങനെ രാവിലെ എണീറ്റാണ് കേട്ടോ. അപ്പൊ ദേ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അരിപ്പുട്ടാണ് കേട്ടോ. അപ്പൊ ദേ അതിന്റെ മാവ് ഞാൻ കുഴക്കുകയാണ് ഇവിടെ. അപ്പൊ രാവിലെ ഞങ്ങൾ ഇവിടെ എല്ലാവരും കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. അതിട്ട് രാവിലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ അനി എണീറ്റിട്ടുണ്ട്. അവനാണ് കേട്ടോ എന്റെ വീഡിയോഗ്രാഫർ. ഇന്നലെ ഞാൻ ചേട്ടായും പുറത്ത് പോയായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് വന്ന് പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ചെന്നൈയിലെ കാര്യം ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഉറങ്ങിയപ്പോൾ തന്നെ 3 മണിയായിട്ടോ. അതുകൊണ്ട് എന്റെ മുഖത്ത് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അങ്ങനെ ഞാൻ ദേ മാവൊക്കെ കുഴച്ച് പുട്ടിന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പുട്ടൂറ്റിയിലല്ല ഉണ്ടാക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഡലിക്കുട്ടത്തിന് അതാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ദേ അടുത്ത അടുപ്പിൽ ചൂടുവെള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ പുട്ടാവുന്ന സമയം തൊട്ട് ഇവിടെ കുറച്ച് കത്രിക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച അത് വിഴുക്ക് വരട്ടാണ്. അങ്ങനെ ദേ അതൊക്കെ വൃത്തിയാക്കുവാണ് കേട്ടോ. ഞാൻ ഈ സമയത്തൊന്നും എണീക്കാറേ ഇല്ല കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ 9 മണി 9:30 ആവും. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ രാവിലെ എണീക്കുന്നത്. അപ്പൊ ദേ അച്ഛൻ ദേ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിഴുക്കുവരട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ കത്രിക്ക വിഴുക്കുവരട്ടത്. എന്ത് ടേസ്റ്റ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ദേ അമ്മ ദേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ അമ്മ ഇവിടെ ചമ്മന്തി അരിക്കണം. അപ്പൊ അമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജോലി ദേ പടപടാന്ന് തീർക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഇച്ചിരി സ്ലോയാ. അമ്മ എനിക്ക് പടപടാന്ന് തീർക്കും കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് പയറുതോരന് വേണ്ടിയിട്ട് പയർ പുഴുകാൻ വേണ്ടിയിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പയറവിടെ വേകുന്ന സമയം കൊണ്ട് അമ്മ ദേ അടുത്ത അടുപ്പിൽ ദേ കത്രിക്ക വിഴുക്കുവരട്ടിക്കുള്ള പരിപാടി ചെയ്യുവാണ് കേട്ടോ. ഇവിടെ അമ്മ ദേ ഞാൻ പറഞ്ഞില്ലേ അമ്മ വന്നാൽ പിന്നെ ചട്ടപ്പടിയുന്ന പരിപാടി തീർക്കും കേട്ടോ. അപ്പോഴത്തേക്കും ദേ നമ്മുടെ ഇവിടെ ചുട്ടുമണി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ചുട്ടുമണിയാണെങ്കിൽ എണീറ്റ് നല്ല മൂഡിലല്ല കേട്ടോ. അപ്പൊ അതേ ചുമ്മാ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശരിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേ പിന്നെയും ചുട്ടുമണീനെ കൊണ്ടുവന്ന് ഉറക്കിട്ടോ. അപ്പോഴത്തേക്കും ദേ അമ്മ ഇവിടെ പാതി കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊതി കെട്ടുന്ന തിരക്കിലേക്കായി കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ദേ ആദ്യം ചോറ് വിളമ്പ് കേട്ടോ. ചോറ് വിളമ്പിന് പുറകെ തന്നെ ചമ്മന്തി ഉണ്ട പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറിൽ ഹൈലൈറ്റ് ചമ്മന്തി ആണല്ലോ. പിന്നെ അതിന് പുറമെ ആയിട്ട് ദേ എന്റെ പയറുതോരൻ വെച്ചിട്ടുണ്ടേ. പയറുതോരൻ കുറച്ച് തോനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടായി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പയറുതോരൻ നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ പയറുതോരന്റെ പിറകിലായിട്ട് നമ്മൾ ദേ വഴുതനങ്ങ മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ അതിന്റെ കൂടെ തന്നെ നമ്മൾ മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് രസമുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇവിടെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടായിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായി കുളിച്ച് ഒരുങ്ങിയിട്ട് വന്നിട്ട് ദേ കുഞ്ഞുമണി നല്ല ഉറക്കമാണ് കേട്ടോ. ചേട്ടായിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ ദേ കുഞ്ഞുമണിക്കോട് യാത്രയൊക്കെ പറഞ്ഞ് ദേ ചൂട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ. ചേട്ടായിക്ക് പിന്നെ എത്ര ഉമ്മ കൊടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ. കുറെ നേരത്തെ പിന്നെയും ഉമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉണരുമെന്ന് വിളിച്ച് നോക്കി കേട്ടോ. പിന്നെ ഉണരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ചേട്ടായി ദേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ദേ ചേട്ടായിയും പോയി കേട്ടോ. ചേട്ടായി ഇനി 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വരത്തേ ഉള്ളൂ. എനിക്കിഷ്ടമല്ല കേട്ടോ ചേട്ടായി ദൂരെ പോയി ജോലി ചെയ്യുന്നത്. എനിക്ക് ഇവിടെ തന്നെ വേണം കേട്ടോ. എന്നും കണ്ടോണ്ടിരിക്കണം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദൂരെയായ ജോലിയിൽ പോയല്ലേ പറ്റത്തുള്ളൂ. ഇനി 2-3 ആഴ്ച കാണാതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. എനിക്ക് നല്ല സങ്കടമാണ് ഇങ്ങനെ മാറി നിൽക്കുന്നേക്ക. പിന്നെ ഞാൻ കുറച്ചു നേരം ദേ വെളിയിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ.